ദേവാലയങ്ങളും വിശുദ്ധരുടെ സാന്നിധ്യവും എപ്പോഴും മനസ്സിന് നൽകുന്നത് ആനന്ദമാണ്. ഇന്നും ഒരു ദേവാലയ സന്നിധിയിൽ ഞാൻ എത്തി നിൽക്കുന്നു. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് ആലപ്പുഴ രൂപതയിലെ തുറവൂർ മരിയപുരം വിശുദ്ധ മോനിക്കായുടെ ദേവാലയം. എനിക്ക് പിന്നിൽ കാണുന്നത് ചേർത്തല തുറവൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു ട്രെയിൻ കടന്നു പോകുന്നതും നമുക്ക് കാണാം. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 50 മീറ്റർ ദൂരം മാത്രമാണ് മരിയപുരം പള്ളിയിലേക്ക് ഉള്ളത്. ആലപ്പുഴ രൂപതയിലെ മാരങ്കോട് സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് ആദ്യകാലത്ത് ദേവാലയം ഉണ്ടായിരുന്നില്ല. ഇവിടത്തെ ആളുകളുടെ ആഗ്രഹപ്രകാരം 1954 ആദ്യത്തെ ദേവാലയം ഇവിടെ ഒരു ചെറിയ ഷെഡായിട്ട് സ്ഥാപിതമാകുന്നത്. പ്രദേശത്തെ ആളുകൾ ഒത്തുകൂടുകയും പ്രാർത്ഥനകൾ നടത്തുകയും വണക്കമാസങ്ങൾ നടത്തിപ്പോരുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് 1970 രണ്ടാമത്തെ ദേവാലയം ഇവിടെ ഉയർന്നു വന്നത്. ഇന്ന് കാണുന്ന ദേവാലയം 1993 ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതും 1997 കൂദാശ കർമ്മം നിർവഹിച്ചതും ആലപ്പുഴ രൂപതയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള അഭിവന്യ പീറ്റർ ചേനപ്പറമ്പിൽ പിതാവാണ്. ഇഗ്നേഷ്യസ് തുള്ളിയച്ചനായിരുന്നു വികാരി. നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാം. അന്തരീക്ഷത്തിൽ നേർത്ത മഴയും കാഴ്ചകളൊന്നുമില്ലാത്ത പ്രാർത്ഥനയുടെ ചൈതന്യം നിറഞ്ഞ മദ്ബഹയുടെ അൽത്താരയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മദ്ബഹയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാൽവരിയുടെ പശ്ചാത്തലത്തിൽ ഈശോയുടെ ക്രൂശിത രൂപമാണ്. മറുഭാഗത്ത് ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ മോനിക്കായുടെ, കേരളത്തിലെ ഏക ദേവാലയം എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. മോനിക്ക പുണ്യവതിയുടെ തിരുസ്വരൂപം വണക്കത്തിനായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 200 വർഷത്തിലധികം പഴക്കമുള്ള വിശുദ്ധ ആഗസ്തീനോസിന്റെ തിരുസ്വരൂപം, സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ തിരുസ്വരൂപം 200 വർഷത്തിലധികം പഴക്കമുള്ളതാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഇവിടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വിശ്വാസത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ ഈ തിരുസ്വരൂപത്തെ വണങ്ങുന്നത്. ഇടവകയുടെ പ്രത്യേകതയും സവിശേഷതയും ബഹുമാനപ്പെട്ട വികാരി ജിബി നെറോണാച്ചന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. കേരളത്തിൽ ആകെയുള്ള വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലുള്ള ഒരു ഇടവക ദേവാലയമാണ് ഇത്. ഇവിടെ ഏകദേശം 190ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വളരെയധികം വിശ്വാസ പാരമ്പര്യവും വിശ്വാസ ചൈതന്യത്തിലും ജീവിക്കുന്ന 190ഓളം കുടുംബാംഗങ്ങളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധയോടുള്ള ഭക്തി സ്നേഹവും വളരെയധികമായിട്ട് നമ്മുടെ ഇടവക മക്കളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 3 അനുഭവങ്ങളായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുസ്ലിം സഹോദരി ഇവിടെ വന്ന് അവർക്ക് നടക്കാതിരുന്ന വിവാഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയത് കാരണം വിശുദ്ധയോടുള്ള നാമധേയത്തെ പ്രതി നേർച്ച നൽകി പ്രാർത്ഥിക്കുകയും സാധിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽ നിന്ന് വളരെ ദൂരത്തുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വന്ന് അദ്ദേഹത്തിന്റെ മകൻ ദേവാലയത്തിൽ വരുവാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുവാനും മടി കാണിക്കുകയും താല്പര്യക്കുറവ് കാണിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഇവിടെ വന്ന് നേർച്ച തരികയും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മക്കളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല ഇടവക ദേവാലയമാണ് കേരളത്തിൽ ആകെയുള്ള വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലുള്ള ഈയൊരു ദേവാലയം. എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരുവാനും മക്കളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അപ്രകാരം ചെയ്യുന്ന വഴിയായിട്ട് അവരുടെ ജീവിതത്തിന് അനുദിനം നല്ല വളർച്ച ഉണ്ടാകുവാനും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പാവനമാകും സന്നിധിയിൽ ഒന്നു ചേർന്നിടാം, ദൈവഭയത്തോടി ബലിയിൽ പങ്കുചേർന്നിടാം. നിർമ്മലമാ
വയ്ക്കാം, ജീവന്റെ നാഥനെ സ്വീകരിക്കാം, ജീവിതയാത്രയിൽ ബലമേകും ജീവന്റെ വചനം സ്വീകരിക്കാം, ജീവിതഭാരങ്ങൾ ഇറക്കി വയ്ക്കാം, ജീവന്റെ നാഥനെ സ്വീകരിക്കാം, ജീവിതയാത്രയിൽ ബലമേകും ജീവന്റെ വചനം സ്വീകരിക്കാം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ആത്മനാഥാവരിക ആത്മസാരതിൽ വേഗം, ആത്മനാഥാവരിക ആത്മസാരതിൽ വേഗം. തിരുവോസ്തിയാ എൻ ജീവനിൽ ചേരുന്നൊരു വിസ്നേഹമേ, ആത്മനാഥാവരിക ആത്മസാരതിൽ വേഗം. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. മരിയാപുരം ദേവാലയത്തിലെ ദിവ്യബലി കഴിഞ്ഞപ്പോൾ ഇടവക സമൂഹം മുഴുവൻ ദേവാലയത്തിന് അകത്ത് ഉണ്ട്. അവര് വളരെ ആകാംക്ഷ ഭരിതരായി തന്നെ ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എപ്പിസോഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സജീവമായി തന്നെ ദേവാലയത്തിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ഇവരോട് ചോദിക്കാൻ പോകുന്നത്. ഇവരുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വിശുദ്ധ ഫെഡറിക് ഓസാനാമിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റുമാണ്. എന്റെ ചോദ്യത്തിന് ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് ഈ സമ്മാനം നൽകുക. നിങ്ങളെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് അറിയുന്ന പല കാര്യങ്ങളും അറിയില്ലാത്ത ഒരുപാട് ആളുകൾ മറ്റ് ദേവാലയങ്ങളിലും മറ്റ് പലയിടത്തുമുണ്ട്. അവരിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. റെഡിയാണോ? അവര് റെഡിയാണ്. അപ്പോ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം. ചോദിക്കട്ടെ? ഒരാൾ ഒറ്റക്കാണ് പറയുന്നത്. ചോദിച്ചോളൂ. ചോദിക്കട്ടെ? ചോദിക്കാം.
സ്ത്രീകള് വളരെ ഉണർവോടുകൂടെ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും എന്നാണ് ഈശോ പറഞ്ഞത് എന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ ഉത്തരം ശരിയാണെന്ന് ഇവർ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയതും അതുതന്നെയാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. ഫെഡറിക്കോ ഓസാനാമിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ് സ്ട്രീറ്റിന്റെ സർട്ടിഫിക്കറ്റും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ് സ്ട്രീറ്റിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്ന രണ്ടാമത്തെ ചോദ്യം പുരുഷന്മാരുടെ ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. റെഡിയാണോ ചേട്ടന്മാർ? റെഡിയാണ്. ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യമാണ്. നീ രാജാവല്ലേ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്താണ്? ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം. രണ്ടുപേര് ഇവിടെ കൈ ഉയർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞത് അല്ലേ? കൃത്യമായ ഉത്തരവാണ്. അപ്പൊ പിന്നെ നോക്കിയിരിക്കുന്ന എന്തിനാണ്? നല്ലൊരു കൈയടി കൊടുത്തേ. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ് സ്ട്രീറ്റിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്ന മൂന്നാമത്തെ ചോദ്യം റെഡിയാണോ അമ്മച്ചിമാരെ? അമ്മച്ചിക്ക് പറയുവാൻ ഒരു ചെറിയ വിമിഷ്ടം, ഉത്തരം തെറ്റിപ്പോയാലോ എന്ന് പേടിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മച്ചിയെ പേടിപ്പിക്കുന്നില്ല. ചോദ്യം ഇതാണ്. വളരെ പെട്ടെന്ന് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യം. ആദ്യം കൈ ഉയർത്തുന്നയാൾക്കാണ് സമ്മാനമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചോദ്യം ഇതാണ്. യേശു എങ്ങനെയാണ് ഗോൽഗോദായിലേക്ക് പോയത്? സ്ത്രീകളോടാണ് ചോദ്യം. യേശു എങ്ങനെയാണ് ഗോൽഗോദായിലേക്ക് പോയത്? കാൽവരി മലയുടെ മുകളിലേക്ക് യേശു പോയത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ രണ്ടുപേര് അവിടെ കൈ ഉയർത്തുന്നുണ്ട്. യേശു എങ്ങനെയാണ് ഗോൽഗോദായിലേക്ക് പോയത് എന്നായിരുന്നു എന്റെ ചോദ്യം. എന്താ ഉത്തരം? വഹിച്ചുകൊണ്ടാണ് ഗാഗുൽത്താമലയിലേക്ക് പോയത്. തന്റെ മനുഷ്യ മക്കൾക്ക് വേണ്ടിയുള്ള കുരിശും വഹിച്ചു. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ് സ്ട്രീറ്റിന്റെ സർട്ടിഫിക്കറ്റും മെറ്റിക്ക് വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. കുംഭസാരം എന്റെ ആത്മരക്ഷയ്ക്ക് എന്ന വളരെ തിരിച്ചറിവ് നൽകുന്ന ഒരു പുസ്തകവും ഗുഡ്നസ് പാരിഷ് സ്ട്രീറ്റിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന നാലാമത്തേതും അവസാനത്തേതുമായ ചോദ്യത്തിന് ആർക്ക് വേണമെങ്കിലും കൈ ഉയർത്തി ഉത്തരം പറയാം. ചോദ്യം ഇതാണ്. പടയാളികൾ എന്തുകൊണ്ടാണ് യേശുവിന്റെ മേലങ്കിക്ക് വേണ്ടി കുറിയിട്ടത്? യേശുവിന്റെ മേലങ്കിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് പടയാളികൾ കുറിയിട്ടത് എന്ന എന്റെ ചോദ്യത്തിന് ഏതാണ്ട് 6 പേരാണ് കൈ ഉയർത്തിയിട്ടുള്ളത്. ആദ്യത്തെ കൈ നമുക്ക് നോക്കാം. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായതുകൊണ്ട്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു. ഡാനിയൽ ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമായ ഉത്തരമാണ്. മേലങ്കി അവർ ചുറ്റിയിട്ട് എടുത്തത് അത് മറ്റ് കേടുപാടുകൾ ഒന്നും കൂടാതെ അടിമുതൽ മുകൾ വരെ എന്താണ്? അതെ, അതുകൊണ്ടിട്ടാണ് അവര് അതിനുവേണ്ടി കുറിയിട്ടത്. ഓരോ ദേവാലയത്തിലും വിശ്വാസ പരിശീലനത്തിന്റെ വ്യത്യസ്തമായ പരിപാടികളാണ് ഗുഡ്നസ് പാരിഷ് സ്ട്രീറ്റിലൂടെ നാം കാണാറുള്ളത്. മരിയപുരത്തെ വിശ്വാസ പരിശീലനത്തിലെ കുട്ടികളെല്ലാവരും ദേവാലയത്തിനകത്തുണ്ട്. വളരെ ശാന്തരായി വിശ്വാസ തീഷ്ണതയോടുകൂടെയാണ് അവരോരോരുത്തരും ദേവാലയത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പതിവ് പോലെ തന്നെ പ്രവേശന ഗാനത്തിനുള്ള കുട്ടികൾ മദ്ബഹയുടെ മുന്നിൽ തയ്യാറായിട്ട് നിൽക്കുന്നു. പ്രവേശന ഗാനത്തിലേക്ക്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ,
ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ദൈവം എന്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തുവിനായി ഞാൻ ദാഹിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ വളരുവാൻ ഞാനെന്നും പ്രയത്നിക്കുന്നു. അതിനാൽ ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി മതബോധന ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയമേ, വിശ്വാസ പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മോനിക്കയെ, എന്റെ കാവൽമാലാഹേ, ഈ പുണ്യയുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. പ്രവേശന ഗാനവും പ്രതിജ്ഞയും നാം കണ്ടുകഴിഞ്ഞു. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധന വിഭാഗത്തിന്റെ ഹെഡ് മാസ്റ്റർ പ്രതീഷ് ആന്റണി എന്റെ കൂടെയുണ്ട്. സാറിന്റെ വാക്കുകളിൽ നിന്ന് വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെ നമുക്ക് തിരിച്ചറിയാം. സന്ദേശഭവൻ മരിയപുരം, ഇതാണ് ഞങ്ങളുടെ മതബോധന കേന്ദ്രത്തിന്റെ പേര്. 16ഓളം അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. 117ഓളം കുട്ടികളാണ് ഇവിടെ മതബോധനത്തിന് ഹാജരാകുന്നത്. ഞങ്ങൾ ഇത് കൂടാതെ മതബോധനത്തിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള ഓരോ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് PSC മോഡൽ പരീക്ഷ നടത്തുന്നു. കൂടാതെ ഞങ്ങളുടെ അധ്യാപകർ തമ്മിലുള്ള സൗഹൃദ കൂട്ടായ്മ നടത്താറുണ്ട്. പിന്നെ കുട്ടികളെ കലാപരമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മത്സരങ്ങളും നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായി ഞങ്ങൾ രൂപത കലോത്സവത്തിൽ ഞങ്ങൾ ഉയർന്ന സ്കോറോടുകൂടി ഓരോ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തിരുക്കർമ്മങ്ങളിലും എല്ലാത്തിനും തന്നെ നേതൃത്വം വഹിക്കുന്നത് ഞങ്ങൾ അധ്യാപകർ തന്നെയാണ്. ഞങ്ങളൊരു സജീവമായിട്ടുള്ള ഒരു അധ്യാപകരുടെ കൂട്ടായ്മ ഇവിടെ എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാനുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റ് ഓരോ ഞായറാഴ്ചയും അതാത് ദേവാലയങ്ങളിൽ നിന്ന് ഒരു കുട്ടിയെ, ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായി തെരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. നിങ്ങൾക്കിടയിലും ഒരു ഗുഡ്നസ് സ്റ്റാർ ഉണ്ട്. അത് ആരാണെന്നുള്ളത് നമ്മുടെ ഹെഡ് മാസ്റ്റർ പ്രദീപ് സാറ് നമ്മോട് പറയും. നമുക്ക് കേൾക്കാം. ഫീന ജോയി ആണ് നമ്മുടെ സ്റ്റാർ. ഫീന ജോയി എന്നാണ് സാറ് പറഞ്ഞ പേര്. ഫീന ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തിയേ. ഫീന ഇവിടെ ഉണ്ട്. പുറയിൽ കൈ ഉയർത്തുന്നുണ്ട്. എഴുന്നേറ്റ് വരും. നല്ലൊരു കൈയടി. ഫീന എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് ഫീന. ആത്മീയ കാര്യങ്ങളിലും മറ്റ് ഭൗതികമായ ഇടപെടലും എല്ലാം ഏറ്റവും നന്നായി ഉള്ളതുകൊണ്ടിട്ടാണ് ഫീനയെ ഗുഡ്നസ് സ്റ്റാറായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഫീനയുടെ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടുവാൻ ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. നമുക്ക് ഫീനയുടെ വാക്കുകളിൽ നിന്ന് അത് കേൾക്കാം. എന്റെ അപ്പച്ചന്റെ പേര് ജോയി, അമ്മയുടെ പേര് ജൂഡി, ബ്രദറിന്റെ പേര് ഇമ്മാനുവൽ. ഞാൻ +2 പഠിക്കുന്നു. വളരെ മിടുക്കിയായ ഒരു മകളെ ഈ ഇടവകയ്ക്ക് നിങ്ങൾക്ക് സുഹൃത്ത് ആയി തന്നതിന് ആ മാതാപിതാക്കൾക്ക് കയ്യടി കൊടുക്കണ്ടേ? യേശുവും മറിയവും എന്ന പുസ്തകവും ചെറിയ വേദോപദേശവും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റുമാണ് എന്റെ കയ്യിലുള്ളത്. ഇത് ഇയാൾക്ക് കൊടുക്കാനുള്ള സമ്മാനമാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ പെരുബഹുമാനപ്പെട്ട വികാരി ജിബി നറോണാച്ചനെ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിനയ്ക്കുള്ള സമ്മാനം ഞാൻ വികാരിയച്ഛനെ കൈമാറുന്നു.
അച്ഛൻ ഫിനയ്ക്ക്. ഗുഡ് പാരീഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഒപ്പം നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8606420099 048027000893. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം. കൈകൾ കൂപ്പിയ